ഇപ്പോൾ സഹയാത്രികൻ എം ജയചന്ദ്രൻ കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ ജയചന്ദ്രൻ. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, അവരുടെ അവർ പറഞ്ഞതിൽ തന്നെ അടങ്ങിയിട്ടുണ്ടല്ലോ എല്ലാം. 5 വർഷം 1999 മുതൽ 2001 വരെയുള്ള 5 വർഷം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPM നോമിനിയായി. തുടർന്ന് 2001 മുതൽ 2016 വരെയുള്ള 3 ടേം നിയമസഭയിൽ 15 കൊല്ലം. അത് കഴിഞ്ഞ് ഇപ്പൊ 10 വർഷമായി. ഇപ്പോ എന്തിനാണ് അവർ പാർട്ടി മാറുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അധികാരത്തോടുള്ള അടങ്ങാത്ത ദാഹം, അതാണല്ലോ കാരണം. പദവിയോടുള്ള അടങ്ങാത്ത ദാഹം, അതാണ് അവരുടെ കാരണം എന്നുള്ളത് അവർ തന്നെ വെളിപ്പെടുത്തുകയാണല്ലോ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും പറയേണ്ടതില്ല. ഇപ്പൊ 3 വർഷം 3 ടേമില് MLA ആവുകയും 1 ടേമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്ത ഒരാള് പാർട്ടിയോട് എന്തെങ്കിലും കലഹിച്ചു പോകുകയാണെങ്കിൽ അവർക്കത് പറയാനുണ്ടാവുമല്ലോ സ്വാഭാവികമായും. അങ്ങനെ ഇല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊട്ടാരക്കര സീറ്റ് ഇത്തവണ കോൺഗ്രസ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നും പറയാൻ കഴിയില്ല. കാര്യം പാർട്ടി കോൺഗ്രസ് ആണ്. ഒരുപാട് പേര് അതിനുവേണ്ടി ഇപ്പോഴേ ഒരുങ്ങി നിൽക്കുന്നുമുണ്ട്. അതുപോട്ടെ, ഏതായാലും ഇവർക്ക് കൊട്ടാരക്കര സീറ്റ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനത്തിൽ അവരുടെ ദാഹം തൽക്കാലം ഒന്ന് ശമിക്കുമെങ്കിൽ ശമിക്കട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. വേറൊന്നും അവരെ സംബന്ധിച്ച് പറയേണ്ടതില്ല. കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് അവരുടെ മാറ്റത്തിന്റെ അടിത്തറ എന്നുള്ളത്. ഡിസിഷൻ മേക്കേഴ്സായ ചിലർ മാത്രമായിരുന്നു പ്രശ്നം. എത്ര വലിയ മന്ത്രിയായാലും മനുഷ്യരോട് ഇടപാടും പ്രശ്നം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർ. അതങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടല്ലല്ലോ പറയേണ്ടത്. അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയേണ്ട വിഷയമല്ലല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ 10 വർഷമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൻ്റെ അത് ഡിസിഷൻ മേക്കേഴ്സ് CPM ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, അതിന് ചിട്ടയായ സംവിധാനമുണ്ട് എന്നുള്ള അറിയാത്ത ആവുന്നവരല്ലോ ഈ ഇത്രയും കാലം പദവികളിലിരുന്ന ഈ വനിതാ നേതാവ്. പക്ഷേ അബ്സ്ട്രാക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയുക. പക്ഷെ തനിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ന്യായം പറയാൻ വേണമല്ലോ. അതിന് പറയാൻ കഴിയുന്നത് കാരണം ഇതാണെന്നുള്ളതേ ഉള്ളൂ. അവരുടെ പ്രശ്നം ഞാനിത് ആദ്യം പറഞ്ഞില്ല, അത് തന്നെയാണ് അധികാരത്തോടുള്ള അമിതമായ ദാഹം, പദവിയോടുള്ള അമിതമായ ദാഹം. അങ്ങനെ ദാഹിച്ച് പറഞ്ഞു നടക്കുമ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ഓഫർ കിട്ടുന്നത്, ഞങ്ങൾ കൊട്ടാരക്കര സീറ്റ് തരാം. CPMന്റെ ബാലഗോപാലാണല്ലോ അവിടെ ഇപ്പൊ MLA ആയിരിക്കുന്നത്. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനൊരു അവസരം CPMൽ നിന്ന് തന്നെ വന്ന മുൻ MLAക്ക് കൊടുത്താൽ വലിയ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ഒരുപക്ഷെ വിജയിക്കാൻ കഴിയുമെന്നും ഒക്കെ കോൺഗ്രസും UDF കണക്ക് കൂട്ടുന്നുണ്ടാവാം. അതൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ. നമുക്ക് അതിനകത്ത് UDF കുറ്റം പറയേണ്ട കാര്യമില്ല. എവിടെ നിന്ന് ആരെ കിട്ടിയാലും അവർക്ക് സ്ഥാനാർത്ഥിയാക്കാം. അതൊക്കെ ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇത്തരമൊരു സ്ത്രീ അവർ വീണ്ടും പൊതുജീവിതത്തിലേക്ക് തനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല, വീണ്ടും തുടർന്നും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് വേറൊരു മുന്നണിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ജനങ്ങൾ അവരെ എന്ത് കരുതണം, എങ്ങനെ കരുതണം എന്നുള്ളതിനെ സംബന്ധിച്ച് മുൻവിധികളൊന്നും വേണ്ട, അനുഭവങ്ങൾ മാത്രം മതിയെന്നേ. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്നും അവരെ എവിടെ ഇരുത്തണം എന്നുള്ളത് വോട്ടർമാർക്ക് അറിയാം. അത് ഇരുത്തിക്കോളും. അതുതന്നെയുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് എന്നാണ് എന്റെ വിചാരം. പറഞ്ഞതുപോലെ സീറ്റ് നൽകുമെന്നൊക്കെയാണ്, കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അതെ, അവർക്ക് ലഭിക്കട്ടെ. ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സീറ്റ് കോൺഗ്രസ് UDF കൊടുക്കട്ടെ, അവർ മത്സരിക്കട്ടെ. അവരുടെ ദാഹം വർദ്ധിച്ചിരിക്കുകയല്ലേ ഇപ്പൊ പദവിയോടുള്ളത്. അപ്പൊ MLA എങ്ങനെ ഒരു ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ ജനങ്ങൾ വോട്ടർമാരാണല്ലോ വിധി എഴുതേണ്ടത്. അവർ വിധി എഴുതും. ആ വിധിയിൽ ഐഷ പോറ്റിക്ക് ആ വിധി വരുമ്പോൾ മനസ്സിലാവും ജനങ്ങളുടെ പക്ഷം എന്താണ്, ജനങ്ങളുടെ യഥാർത്ഥ യജമാന്മാർ ജനങ്ങളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ വിധി എഴുത്തിൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതൊരു സംശയവും വേണ്ട. പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.